ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. 2026 തന്നെ ഏറ്റവും ആദ്യത്തെ ജിത്തു ജോസഫിൻ്റെ ക്രൈം ത്രില്ലറായിട്ടുള്ള വലതുവശത്തെ കള്ളൻ അങ്ങനെ റിലീസായിരിക്കുകയാണ്. വലിയ പ്രതീക്ഷകളോ വലിയ ഹൈപ്പോ ഒന്നും കൊടുത്തിട്ട് പോയി കണ്ട പടമല്ല. മെയിനായിട്ട് തന്നെ ജിത്തു ജോസഫിൻ്റെ ഒരു ഡയറക്ഷനും പിന്നെ ബിജു മേനോൻ ഈ കാസ്റ്റിങ്, ബിജു മേനോനും ജോ ജോർജിനും ഇവർ തമ്മിലൊരു കോംബോ ആണ് മെയിനായിട്ട് ഈ സിനിമയ്ക്ക് പോകാനൊരു കാരണം. സിനിമയെ പറ്റി മൊത്തത്തിലുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സിനിമയിലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെയധികം സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലാണ് ഈ സിനിമയുടെ റേഞ്ച് തന്നെ മാറുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ്. അതായത് ഒരു ത്രില്ലറിലേക്ക് ഈ സിനിമ ത്രില്ലിലേക്ക്, ക്രൈം ത്രില്ലിലേക്ക് ഈ സിനിമ പറയുന്നത് തന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ ഈ തിയേറ്ററിൽ ഈ സിനിമ കാണുമ്പോൾ നമ്മളെയും കൂടിയും ഈ സിനിമയുടെ അന്വേഷണത്തിൻ്റെ അടുപ്പ് നോക്കുമ്പോൾ അതിൻ്റെ റേഞ്ചും പിന്നെ ആ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ത്രില്ലടിപ്പിക്കുന്നതും ഈ സെക്കൻഡ് ഹാഫിലാണ്. പിന്നെ മെയിനായിട്ട് ഈ സിനിമയിലത്തെ ഓരോ എന്താ പറയുക ക്യാരക്ടേഴ്സും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബിജു മേനോൻ്റെ മോനായിട്ട് അഭിനയിച്ചതും പിന്നെ പോലീസിലൊക്കെയുള്ള ഓരോ കാസ്റ്റിംഗ് കാര്യങ്ങൾ, അതായത് ബിജു മേനോൻ്റെ അല്ലാണ്ടുള്ള കുറേ കാസ്റ്റുകളുണ്ടല്ലോ, അവരെല്ലാവരും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ഈ ബിജു മേനോൻ്റെ മോൻ, അതായത് ബിജു മേനോൻ്റെ മോനോട് ബിജു മേനോൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ആൾക്കുള്ള ഒരു ടോക്സിക് സ്വഭാവവും ആൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ടോക്സിക് സ്വഭാവവും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അതായത് മോനോട് പറയുന്നത്. അവിടെ നിന്നാണ് കഥയുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തിയേറ്ററിൽ ഉറങ്ങി പോകും ചിലപ്പോൾ. പക്ഷേ അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സിനിമയിൽ ഫസ്റ്റ് ഹാഫ് സ്ലോ എന്ന് പറയുന്നത്. അങ്ങനത്തെ രീതിയിലുള്ളൊരു സ്ലോ ആണ്. പിന്നെ മെയിനായിട്ട് ഈ സിനിമയിൽ ഈ ഫസ്റ്റ് ഹാഫിൽ മെയിനായിട്ട് നമ്മളധികം എന്താ പറയുക ത്രില്ലടിപ്പിക്കുന്ന ഒരു കാര്യം ഒന്നും ഫസ്റ്റ് ഹാഫിൽ തോന്നിയില്ല. പിന്നെ കുറേ ഇമോഷൻസാണ് ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ, അത്യാവശ്യം ഇമോഷൻസ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലാണ് ഈ സിനിമയുടെ റേഞ്ചിലേക്ക് തന്നെ വന്നത് സെക്കൻഡ് ഹാഫിലാണ്. പിന്നെ മെയിനായിട്ട് ഈ സിനിമയിലത്തെ ഒരു ഇൻ്റർവെൽ സീനുണ്ട്. ആ ഒരു ഇൻ്റർവെൽ സീനിൽ ഉള്ള ബിജു മേനോൻ്റെ ജോ ജോർജിൻ്റെ ഒരു അടിപൊളി ഷോട്ടായിരുന്നു. അതൊരു നല്ലൊരു അടിപൊളി ഷോട്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലാണ്. ഈ സെക്കൻഡ് ഹാഫിൽ ഈ ബിജു മേനോനല്ല, ജോ ജോർജ് ബിജു മേനോന് കൊടുക്കുന്ന, അതായത് ഒരു കേസ് അന്വേഷണത്തിന് ബിജു മേനോന് കൊടുക്കുന്ന ക്ലൂസ് ഉണ്ട്. ആ ക്ലൂസിലൂടെ ഉള്ള ബിജു മേനോൻ്റെ ഒരു സഞ്ചാരം, ആ ക്ലൂസിലൂടെയുള്ള അന്വേഷണം, ആ ഒരു ക്ലൂസിലൂടെ പോകുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഒരു പോക്കുണ്ട്. ആ ഒരു പോക്കാണ് ശരിയായിട്ട് കത്തി കയറിയത് ഈ ഒരു പടം തിയേറ്ററിൽ ശരിയായിട്ട് റേഞ്ചിലേക്ക് വന്നത് തന്നെ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ ഒരു ക്ലൂസിലൂടെ ആ പോകുന്ന അന്വേഷണത്തിലുള്ള ആ ഒരു ക്ലൂസിലൂടെ, അതായത് ഈ ഒരു കേസ് അന്വേഷണത്തിൽ ജോ ജോർജ് ബിജു മേനോന് കൊടുക്കുന്ന ക്ലൂസ് എന്താണോ ആ ക്ലൂസിലൂടെ ഈ ബിജു മേനോൻ സഞ്ചരിക്കുമ്പോൾ തന്നെ ഈ ബിജു മേനോൻ പണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള കേസ്, അതായത് ബിജു മേനോൻ്റെ പണ്ട് തെളിയിക്കാൻ നോക്കിയിട്ടുള്ള ഈ കേസുകളിൽ ബിജു മേനോൻ്റെ കഥാപാത്രം ചെയ്തിട്ടുള്ള തെറ്റിത്തരമൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ ഒരു മെയിനായിട്ട് ഈ ഒരു ക്ലൂവിലൂടെ പോകുമ്പോൾ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ തന്നെ ബിജു മേനോനിലേക്കാണ് എത്തുന്നത്. അതായത് പ്രതി പറയുമ്പോൾ ഇത് തന്നെ ബിജു മേനോനിലേക്കാണ് എത്തുന്നത് തന്നെ. ഇതൊക്കെയാണ് മെയിനായിട്ട് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. സിനിമയുടെ സെക്കൻഡ് ഹാഫാണ് ഈ പടത്തിലത്തെ മെയിൻ ക്രൈം ത്രില്ലർ എന്ന് പറയുന്നത്. ഒരു അന്വേഷണത്തിൻ്റെ ഒരു രീതിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൂസിലൂടെ പോകുന്ന ഒരു സഞ്ചരിച്ച ഒരു രീതിയും അന്വേഷണത്തിൻ്റെ രീതിയും വെച്ച് സെക്കൻഡ് ഹാഫിന് ഏറ്റവും അടിപൊളി പറയുകയാണെങ്കിൽ. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക ചെറിയ രീതിയിലൊക്കെ ചെറിയ രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമോഷണലുകളും ഒക്കെയാണ് മെയിനായിട്ട് ഫസ്റ്റ് ഹാഫിലുള്ളൂ. അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ പടം അങ്ങോട്ട് കണക്ട് ചെയ്ത് വരില്ല. അങ്ങനത്തെ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് ചെയ്തു വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഇതാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് ഹാഫാണ് കത്തി കയറിയത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴത്തെ കമൻറ്റിൽ പറയാം. അടുത്തൊരു സിനിമയുടെ റിവ്യൂ വരുമായിരിക്കും. ഗുഡ് ബൈ.